ഹലോ ഗായ്സ്, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളൊരു കല്യാണം കൂടാൻ പോണ ദിവസമാണ്. അപ്പം കല്യാണത്തിനായിട്ട് ഞാൻ ദേ പുതിയ സാരിയൊക്കെ കൊടുത്ത് തല നിറച്ച് പിച്ചി പൂക്കെ വെച്ച് തങ്ങൾ സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. കാരണം എന്തെന്നറിയോ, എനിക്ക് ഈ സാരി ഞാൻ പുതിയ സാരിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇന്നൊരു കല്യാണത്തിന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കല്യാണമാണ്, ഒരു പയ്യൻ്റെ കല്യാണം. അപ്പം ഞാൻ നിങ്ങളെ കൂടിയാക്കിയിട്ട് കാണിച്ചു തരാം. കാരണം എല്ലാവർക്കും കല്യാണങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഞാൻ പോകുന്നിടത്തുള്ള കല്യാണം കൂടാൻ ഞാനൊന്ന് കാണിച്ചു തരാം. അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കല്യാണം കൂടലും സദ്യ കഴിക്കലും. ഇതൊക്കെ എല്ലാവരുമായിട്ടും ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞങ്ങൾ വെളിയിൽ നിൽക്കുന്ന കാര്യം, ചെറുക്കനും കൂട്ടരും വെളിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ കയറിയാലല്ലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെറുക്കൻ്റെ കൂടെ വന്ന ആളല്ലേ. അപ്പം നമുക്ക് ഇനി അകത്തോട്ട് പോവാം, കല്യാണം കാണാം, വരുമോ? അപ്പം നമുക്ക് അകത്തോട്ട് കയറി ഇതാണ് കല്യാണം. അപ്പം കാരണം അവർ താലി കെട്ട് കഴിഞ്ഞതാണ്. താലി കെട്ടെന്ന് വെച്ചാൽ അവർ രാവിലെ ആറ്റുകാൽ അമ്പലത്തിൽ പോയി താലി ചാർത്തി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വീട്ടിൽ നിന്ന്, സോറി ഗായ്സ് പറയുമ്പം തെറ്റി പോകണണ്ട, ക്ഷമിക്കണം. ഇവിടെ വന്നിട്ട് അവർ മാല ചാർത്തി, ചെറുക്കന് മാല ഇട്ട് കൊടുക്കണം, പിന്നെ അമ്മ വിളക്ക് കൊടുക്കും, അങ്ങനത്തെ കുറേ ചടങ്ങുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം കണ്ട് നല്ല രസവും അവരെ സന്തോഷവും ചിരിയും കളി. ഇതൊക്കെ നമുക്ക് എന്നെപ്പോലെ ഒരു അമ്മ ഇത് കണ്ടിരിക്കേണ്ട. കാരണം നാളെ എൻ്റെ മോൾക്കൊരു കാര്യം വരുമ്പോൾ ഞാനിത് ഇങ്ങനെയാണെന്നൊക്കെ കണ്ട് പഠിക്കണ്ടേ. അതുകൊണ്ടിട്ട് ഞാൻ എല്ലാ ശ്രദ്ധയോട് കൂടിയൊക്കെ നോക്കിയിരിക്കുകയാണ്. അവിടെ ഫ്രണ്ടിൽ തന്നെയാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് നേരെ സദ്യ കഴിക്കാനായിട്ട് സദ്യാലയത്തിലോട്ട് കയറി. അവിടെ ചെന്നപ്പം ഇലയിട്ട് കറികളെല്ലാം വച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതേമാതിരി കേസരിയുണ്ട്, പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും പറയണില്ല. 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് അടിപൊളിയായി സദ്യയായിരുന്നു. സദ്യ കഴിക്കുമ്പോഴേ കഴിച്ച് തീർന്നില്ല, അതിനുമ്പോൾ ഞാൻ പറയണം സദ്യയെന്ന്. അപ്പം വെള്ളം ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് ചോറ് ഇട്ടിട്ട് പരിപ്പൊഴിച്ച്, പരിപ്പിൻ്റെ പുറത്ത് നെയ്യൊഴിച്ച്, അപ്പം ചോറ് കൊണ്ട് തട്ടുവാണേ. ചോറൊക്കെ തട്ടി പിന്നെ പരിപ്പൊഴിച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് നെയ്യൊഴിക്കും. അപ്പോൾ ഇവിടെ നമ്മളെ തിരുവനന്തപുരത്തെ സദ്യ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയാണ്. നല്ല അടിപൊളി സദ്യയാണ് തിരുവനന്തപുരത്തുള്ള കല്യാണ സദ്യ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഊണും കഴിഞ്ഞിട്ട് വെളിയിലിറങ്ങി. അപ്പോൾ ഊണ് കഴിഞ്ഞുകൊണ്ട് വെളിയിലിറങ്ങില്ല കേട്ടോ, സംഭാവനയൊക്കെ കൊടുത്തിട്ടാണ് വന്നത് കൂട്ടുകാരെ. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നത് വീട്ടിലാവശ്യത്തിനൊരു സാധനം കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ടാപ്പാണ്. അപ്പോൾ ഭയങ്കര ചൂടാണ്, ആവി എടുത്ത് പുകഞ്ഞു പോയി. അപ്പം പിന്നെ എനിക്കിന്ന് മെയിനായിട്ട് എനിക്ക് പുതിയ സാരി എടുത്ത് ഉടുക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതാണ് കൂട്ടുകാരെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം സാരിയൊക്കെ എടുത്ത് ഉടുക്കാൻ പറ്റില്ല, അത് തന്നെയാണ് സന്തോഷം.